നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമം വരും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിനിമയാണ്, ആ ആർട്ടിനെയാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അസ്, അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിനെ ഇപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, വെൻ ഐ ലുക്ക് ബാക്ക്, എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ പ്രൗഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം. അപ്പൊ അങ്ങനത്തെ ഒരു ഫിലിമാണ്, അങ്ങനത്തെ ഒരു സീക്വൻസ് ഒക്കെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ, വൈ ആർ യു ആൻ ആക്ടർ. ഐ ഫേസ്ഡ് ഇറ്റ്, ലൈക്ക് കുറെ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറെ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുക, അയ്യോ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത്? അപ്പൊ അമ്മ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട്? ഇല്ലല്ലോ, എന്റെ മോള് ജോലി ചെയ്യാൻ പോവാണ്, അപ്പൊ പിന്നെ അവരുടെ കൂടെ ഞാൻ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ.